വീണ്ടും സത്സംഗ് വിത്ത് ഋഷിയിലേക്ക് സ്വാഗതം. നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽ ഇനിയും ജോയിൻ ചെയ്യാത്തവർക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോ ഓഫ് അട്രാക്ഷനിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. അതാണ് 55x5 ടെക്നിക്ക്. ഇത് പല രീതിയിൽ ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് റിസൾട്ട് ഉണ്ടാകുന്നുണ്ട്. തെറ്റായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് റിസൾട്ട് ഉണ്ടാകുന്നും ഇല്ല. ആകർഷണം, അതിനൊരുപാട് നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക, ആൽഫ സ്റ്റേറ്റിലേക്ക് എത്തുക, എന്നാൽ മാത്രമാണ് മാനിഫെസ്റ്റേഷൻ പോസിബിൾ ആവുക. അതേപോലെ തന്നെ നമ്മളുടെ വിഷിൻ്റെ ഫ്രീക്വൻസിയിൽ നമ്മൾ എത്തിച്ചേരുക, നമ്മളുടെ മനസ്സെത്തിച്ചേരുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ വിഷ് അട്രാക്റ്റഡ് ആവും. നമ്മളിപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എൻ്റെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അവർക്ക് ഒരു വസ്തു വിൽപ്പനയ്ക്കുണ്ടായിരുന്നു. ആ വസ്തു അവർക്ക് വിൽക്കാതെ കിടക്കായിരുന്നു. അപ്പോൾ ഒരുപാട് തന്ത്ര മന്ത്ര പൂജകൾ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു റിസൾട്ടും കിട്ടിയിട്ടില്ല. അവർക്ക് വർക്കായത് ഈ പ്രോസസ്സാണ്. ഈ പ്രോസസ്സ് ചെയ്ത് കുറച്ച് ദിവസങ്ങൾക്കകം തന്നെ അവർക്ക് അവരുടെ വസ്തു വിൽക്കാനായി സാധിച്ചു. അതിനു മുമ്പ് ഒരുപാട് ട്രൈ ചെയ്തതാണ്. ഇത് അത്രയും പവർഫുൾ ആയിട്ടുള്ള പ്രോസസ്സാണ്. വെറുതെ ഒരു 55 പ്രാവശ്യം എഴുതുക എന്നുള്ളതിനെ കുറിച്ചല്ല പറയുന്നത്. 5 എന്ന് പറഞ്ഞാൽ ഒരുപാട് പവർഫുൾ ആയിട്ടുള്ള യൂണിവേഴ്സൽ ഫ്രീക്വൻസിയാണ്. വെറുതെ ഒരു എന്താ പറയുക, ഫ്രീക്വൻസി എന്ന് പറയുന്നതല്ല, അതിന് വ്യക്തമായിട്ടുള്ള സയന്റിഫിക് ബേസിസ് ഉണ്ട്. സ്പിരിച്വൽ സയൻസിൽ പഞ്ചഭൂതം കേട്ടിട്ടില്ലേ? പഞ്ചഭൂതം എന്തൊക്കെയാണ്? ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം. ഇതൊക്കെയാണ് പഞ്ചഭൂതം. പഞ്ചഭൂതങ്ങൾ 5ആണ്. ഇന്ദ്രിയങ്ങൾ എത്രയാണ് നമുക്കുള്ളത്? 5 ഇന്ദ്രിയങ്ങളാണ്. ഈ 5 എന്ന സംഖ്യ ഒരുപാട് നിങ്ങൾക്ക് കാണാൻ പറ്റും യൂണിവേഴ്സിൽ. ഞാനിപ്പോൾ 2 മാത്രമേ എടുത്ത് പറഞ്ഞത്. 5 എന്നുള്ള സംഖ്യ ഇഷ്ടം പോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനർത്ഥം എന്താണ്? 5-ന് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. 55 എന്ന് പറയുമ്പോഴോ 5 അതിൻ്റെ ഫ്രീക്വൻസിയെ ഇരട്ടിപ്പിക്കുക. അഗൈൻ 5 3 ഇരട്ടി പവറാണ് ഈ പ്രോസസ്സിനുള്ളത്. ഇതെങ്ങനെയാണ് ചെയ്യുക? ഇത് ഒറ്റ ആഗ്രഹമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 55 പ്രാവശ്യം നിങ്ങളുടെ ഒരാഗ്രഹം എഴുതുക. എനിക്ക് വളരെ നല്ല ഒരു ജോലി കിട്ടിയതിന് നന്ദി. ഒറ്റ അഫർമേഷൻ മാത്രം എഴുതുക. വ്യക്തമായി എഴുതുക. ഞാനിതൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇതിൽ വലിയ വ്യക്തത ഒന്നുമില്ല. നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം പറയുമ്പോൾ അത് വ്യക്തത വരുത്തി എഴുതുക. 55 പ്രാവശ്യം ഒരു നോട്ട്ബുക്കിൽ, ഒരിക്കലും നിങ്ങൾ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ ഒന്നും എഴുതരുത്, നോട്ട്ബുക്കിൽ. കാരണം എഴുത്തിന് അതിൻ്റെതായിട്ടുള്ളൊരു പവർ ഉണ്ട്. എഴുതുമ്പോൾ നമ്മുടെ മൈൻഡിൽ കുറെ കൂടെ കയറും, നമ്മുടെ ബ്രെയിനിൽ കുറെ കൂടെ അത് കയറും. എഴുത്തിൻ്റെ ഗുണം അതാണ്. മസിൽ മെമ്മറി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒക്കെ നമ്മൾ പോലും അറിയാതെയല്ലേ ബ്രേക്കും ആക്സിലേറ്ററും ഒക്കെ ഇതാക്കുന്ന. ആ മസിൽ മെമ്മറി, മസിൽ കോറിലേഷൻ സംഭവിക്കും. അപ്പോൾ ഈ 55 പ്രാവശ്യം ഒരു ദിവസം ഒരേ സമയം എഴുതുക. ഓരോ ദിവസവും ഒരേ സമയം. ഇന്ന് രാവിലെ 8 മണിക്കാണെങ്കിൽ എന്നും രാവിലെ 8 മണിക്ക്. ഇതാണ് പലരും ചെയ്യാത്ത കാര്യം. അതേപോലെ തന്നെ ഈ 55 പ്രാവശ്യം എഴുതുമ്പോൾ ഈ എഴുതുന്നതിന് മുമ്പ് അത് നമ്മൾ കണ്ണടച്ചിട്ട് വിഷ്വലൈസ് ചെയ്യുക. അതിന് ശേഷമാണ് നമ്മൾ എഴുതേണ്ടത്. കണ്ണടച്ചിട്ട് ആഗ്രഹം നടക്കുന്നതായി, നിങ്ങളുടെ മുമ്പിൽ അത് സംഭവിക്കുന്നതായി, ഈ പ്രസന്റ് മൊമെന്റിൽ നിങ്ങൾ അത് ജീവിക്കുന്നതായി വിഷ്വലൈസ് ചെയ്യുക. അതിനുശേഷം 55 പ്രാവശ്യം 5 ദിവസം എഴുതുക. ദിസ് ഇസ് വെരി പവർഫുൾ. 55 ദിവസം 5 ദിവസം എഴുതിയിട്ട് എൻ്റെ അടുത്ത് വരരുത് ആഗ്രഹം നടന്നില്ല, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇതൊരു പ്രോസസ്സാണ്. 6-ാമത്തെ ദിവസം ആഗ്രഹം നടക്കില്ല, ചിലപ്പോൾ നടക്കാം, നടക്കാതിരിക്കാം, അതിന് മുമ്പേ നടന്നെന്ന് വരാം. പക്ഷെ ഇതൊരു പ്രോസസ്സാണ്. നമ്മൾ ആ ഒരു സിഗ്നൽ അയക്കുകയാണ് സൂപ്പർ കോൺഷ്യസ്നെസ്സിലേക്ക്. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്തു നോക്കുക.
ഒരുപാട് പേർക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് തോന്നിയത്. 55x5 മെത്തേഡ്, 55 5 എന്നുള്ള സംഖ്യയുടെ പവർ ഉപയോഗിച്ചിട്ടാണ് ഈ മെത്തേഡ് നമ്മൾ എടുക്കുക. അല്ലാതെ വെറുതെ നമ്മൾ 50 പ്രാവശ്യം എഴുതിയാൽ മതിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോരാ. 55 എഴുതുമ്പോൾ അതിന്റെ ഫ്രീക്വൻസി കൂടും. ചില ആൾക്കാർ ചില നമ്പേഴ്സ് 37 പ്രാവശ്യം, ഒരു ഫ്രീക്വൻസി ഇല്ല, ഒരു കാര്യം നടക്കില്ല. 55 പ്രാവശ്യം എഴുതുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈ 5 എന്നുള്ളതിന്റെ ഫ്രീക്വൻസിയാണ് സംഭവിക്കുന്നത്, അതിന്റെ പവറാണ് സംഭവിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ എന്ത് കാര്യം നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കയറ്റണമെങ്കിലും നമ്മുടെ സ്വഭാവ രൂപീകരണം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? റെപ്പറ്റീഷനിലൂടെയാണ് ഉണ്ടാകുന്നത്. ഒരു കാര്യം, ഒരാൾ സിഗരറ്റ് വലിക്കുകയാണ്, വലിച്ചാണ് അയാൾ സിഗരറ്റ് വല്യനാകുന്നത്, അല്ലെ? കുടിച്ചാണ് കൊടിയനാകുന്നത്. അതേപോലെ തന്നെ പോസിറ്റിവിറ്റി ചെയ്താണ് അയാൾ ഒരു മാനിഫെസ്റ്ററായി മാറുന്നത്. അപ്പോൾ പോസിറ്റീവ് അഡിക്ഷൻ ഇസ് ഗുഡ്. ഇതൊരു പോസിറ്റീവ് കാര്യമാണ്. നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് ആ പോസിറ്റിവിറ്റി കയറുകയും നമ്മളുടെ ലിമിറ്റഡ് ആയിട്ടുള്ള ബിലീഫ്സിനെ എടുത്ത് കളയുകയും ചെയ്യും. അപ്പോൾ സൂപ്പർ കോൺഷ്യസ്നെസ്സിന്റെ കണക്ഷൻ നമുക്കുണ്ടാകും. വിഷ്വലൈസും കൂടെ ചെയ്യുമ്പോൾ അത് ഇരട്ടി എഫക്റ്റ് ആണ് ഉണ്ടാവുക. 55 പ്രാവശ്യം 5 ദിവസം നിങ്ങൾ ചെയ്യുക. നിങ്ങൾ തന്നെ നിങ്ങളുടെ അനുഭവങ്ങൾ എൻ്റെ അടുത്ത് പറയുക. ഓക്കെ, എല്ലാവരും ഇത് ചെയ്യാം. എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ്. ഒരു നിബന്ധനകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഏറ്റവും നല്ലത് രാവിലത്തെ ടൈമാണ്. പക്ഷെ ഏത് ടൈമാണോ നിങ്ങൾ ചെയ്യുന്നത്, അത് ഇരുന്ന് അതിനായിട്ട് മാത്രം ഒരു സൈലന്റ് ആയിട്ടുള്ള സ്ഥലത്ത് അത് എഴുതുന്ന സമയത്ത് നിങ്ങൾ അത് ഫീൽ ചെയ്തുകൊണ്ട് എഴുതുക. ഫീൽ ചെയ്തുകൊണ്ട് എഴുതുമ്പോൾ നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നത് നിങ്ങൾ ചിന്തിക്കുന്നതോ എഴുതുന്നതോ പറയുന്നതോ ഒന്നുമല്ല. വാട്ട് യു ഫീൽ, യത് ഭാവം തദ് ഭവതി. എന്താണോ നിങ്ങളുടെ ഭാവം അത് നിങ്ങൾക്ക് ഭവിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.